പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് ഈ ഒരു എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓക്സിലറി വെർബും പേഴ്സണൽ പ്രോനൗണും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പേഴ്സണൽ പ്രോനൗൺ നമുക്കറിയാം വി ആണ്. ഓക്സിലറി വെർബ് വെയർ ആണ്. സെൻറ്റൻസ് വരുന്നത് പോസിറ്റീവാണ്. നോട്ട് എന്നർത്ഥം വരുന്ന യാതൊരു വേർഡും ഈ സെൻറ്റൻസിലില്ല. അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിതിൻ്റെ ടാഗ് എങ്ങനെയാണ് എഴുതുന്നത്? വെയർ, ഓക്സിലറി വെർബ് ആദ്യവും പ്രോനൗൺ രണ്ടാമതുമാണ് എഴുതുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു? വെയർ വി ആണ് വരേണ്ടത്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ വെയറിനെ നെഗറ്റീവ് ആക്കുന്നു, വെയറിൻ്റ് ആക്കുന്നു. അപ്പോൾ ആൻസർ വെയറിൻ്റ് വി. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. എല്ലാവരും ഒന്ന് ഓർമ്മ പുതുക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ യു ഹാവ് സീൻ ഹിം, അതെങ്ങനെയായിരുന്നു? ഹാവിൻറ്റ് യു. അടുത്തത് ഹി ഡസിൻറ്റ് ആണ്. ഹി ഡസിൻറ്റ് വർക്ക് ഹാർഡ്. അപ്പോൾ ഇതിൻ്റെ പേഴ്സണൽ പ്രോനൗൺ ഹി ആണ്. ഓക്സിലറി വെർബ് ഡസ് ഇവിടെ ഉണ്ട്. ഇത് പക്ഷേ നെഗറ്റീവാണ് സെൻറ്റൻസ് അല്ലേ? ഡസിൻ്റെ എന്നാണ്, അപ്പോൾ ഡസ് നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഡസ് ഹി ആണ്. ഡസ് ഹി. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചത്. അപ്പോൾ ഈ കേസെല്ലാം നമ്മൾ ഇതിനകത്തെല്ലാം ഓക്സിലറി വെർബ് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസാണ് നമ്മളന്ന് പഠിച്ചത്. അല്ലാതൊരു കേസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഹീ വർക്ക്സ് ഹാർഡ്. ഹീ വർക്ക്സ് ഹാർഡ് എന്നുള്ള സെൻറ്റൻസ് നോക്കുക. ഇതിൽ നമുക്ക് പേഴ്സണൽ പ്രോനൗൺ ഉണ്ട്, പക്ഷേ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് എന്തുണ്ട്? വെർബുണ്ട്. അപ്പോൾ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടില്ലാത്ത കേസിൽ നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഓക്സിലറി വെർബ് കണ്ടുപിടിക്കാൻ അതിൻ്റെ വെർബാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ആക്ഷൻ വേർഡാണ്. പ്രവൃത്തിയെ കാണിക്കുന്ന ഏത് വേർഡും ആക്ഷനെ കാണിക്കുന്ന ഡൂയിങ് വേർഡ്സ് ആണെന്ത്? വെർബ് എന്ന് പറയുന്നത്. ക്രിയകളെന്ന് മലയാളത്തിൽ പറയും, ക്രിയ. അപ്പോൾ ഇവിടെ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? വർക്ക്സ് ആണ്. അപ്പോൾ ആ വെർബ് നോക്കുക. ഓക്സിലറി വെർബ് ഡയറക്റ്റ് നമുക്കില്ല, പകരം വെർബ് നമുക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ വെർബിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബിനെ അടർത്തി മാറ്റിയെടുക്കുകയാണ്. അതാണ് നമ്മുടെ പ്രോസസ്സ്. അതിനെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. വർക്ക്സ് എന്ന് പറയുമ്പോൾ എസ് ചേർന്ന് വരുന്നത്, അതായത് എസ് ചേർന്ന് വരുന്ന എപ്പോഴാണിത്? സിംഗുലർ, ഏകവചനം. ഈ വെർബ് സിംഗുലർ ഫോമിലാവുമ്പോഴാണ് നമുക്ക് എസ് ചേർന്ന് വരുന്നത്. എസ് ചേർന്ന് വരുന്ന വെർബാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡസ്സാണ്. അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക. എസ് ചേർന്ന് വരുന്ന വെർബിലെ ഓക്സിലറി വെർബ് എന്താണ്? ഡസ്സാണ്. അതായത് ഇത് പ്രസൻറ്റ് ടെൻസുമാണ് കേട്ടോ. ഈ വെർബ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് സിംഗുലർ ഫോമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ്സാണ്. ഡസ് പ്ലസ് വർക്കാണ് എന്ത്? വർക്ക്സ് എന്ന് പറയുന്നത്. ഡസ് പ്ലസ് വർക്കാണ് വർക്ക്സ്. അപ്പോൾ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിലറി വെർബ് ഇതിൽ നിന്ന് കിട്ടിയല്ലോ. നമ്മൾ ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡസ്സാണ്. ഡസ് പ്ലസ് വർക്കാണ് വർക്ക്സ്. അതങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഓക്സിലറി കിട്ടി. അപ്പോൾ ഇനി നമുക്കിത് ആൻസർ ചെയ്യാമല്ലോ. എന്താ? ഡസ് ആണ് നമുക്ക് ഓക്സിലറി
ഇത് നെഗറ്റീവാണോ? അല്ല, ഇത് സെൻറ്റൻസ് പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ എന്തെഴുതും? ഡസൻറ്റ് ഹീ. ഇങ്ങനെയാണ് ഓക്സിലറി വെർബ് ഡയറക്റ്റ് തരാത്ത കേസിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ മറ്റ് 2 ഫോമും കൂടി നോക്കാം. ഇനി നമ്മൾ പറയണ ദേ വർക്ക് ഹാർഡ്. ദേ വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഇതും സെയിം കേസാണ്. ഓക്സിലറി വെർബ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കി? വെർബ് നോക്കി. വെർബ് ഏതാണ്? വർക്കാണ്. ആ വർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വർക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ എസ് ഇല്ല. പക്ഷേ ഇത് പ്രസൻറ്റ് ഫോമാണ്, പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്, എസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡു പ്ലസ് വർക്കാണ് വർക്ക്. ഡു ആണ് ഓക്സിലറി വെർബ് വരുന്നത്. മനസ്സിലായോ? ഡു ആണ് ഓക്സിലറി വെർബ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഡു. ഇത് പോസിറ്റീവാണ് സെൻറ്റൻസ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആകണം. ഡോണ്ട്. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ എഴുതുക ദേ. അതുപോലെ ഇനി ഇത് നമ്മളിപ്പോൾ രണ്ടും നോക്കിയത് പ്രസൻ്റ് ആണ്. ഇതിൻ്റെ പാസ്റ്റ് നോക്കാം. ദേ വർക്ക്ഡ് ഹാർഡ്. ഈസി ആയിട്ട് മനസ്സിലാവാനാണ് സെയിം സെൻറ്റൻസ് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. ദേ വർക്ക്ഡ് ഹാർഡ്. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്തും എന്ത് ഇതിനകത്ത് വെർബ് ഓക്സിലറി ഇല്ല, വെർബുണ്ട്. വെർബ് ഏതാണ്? വർക്ക്ഡ് ആണ്, അതായത് പാസ്റ്റാണ് അല്ലേ? പാസ്റ്റിലുള്ള സെൻറ്റൻസ് വെർബാണ്, പാസ്റ്റ് ഫോമാണ്. അപ്പോൾ പാസ്റ്റ് ഫോമിലുള്ള വെർബിന് ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. ഡിഡ് പ്ലസ് വർക്കാണ് എന്ത്? വർക്ക്ഡ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇതാണ്. പ്രസൻറ്റ്, അതായത് പ്രസൻറ്റ് ടെൻസ് സിംഗുലർ. ഇതാണ് ബോക്സ് വരച്ച് നമ്മൾ എഴുതി വെക്കേണ്ടത്. പ്രസൻറ്റ് സിംഗുലർ എന്താണ്? ഡസ് പ്ലസ്, എക്സാമ്പിളായിട്ട് ഇത് പഠിച്ചു വെക്കുക, ഡസ് പ്ലസ് വർക്ക്. പ്രസൻറ്റ് പ്ലൂറൽ, ഇത് പ്ലൂറൽ വെർബാണ് കേട്ടോ. എസ് ചേരാതെ റൂട്ട് ഫോമിൽ വരുന്നത് പ്ലൂറൽ വെർബാണ്. വേറെ എക്സാമ്പിൾ എന്താണ്? വോക്ക്, പിന്നെ റൺ, റീഡ്, റൈറ്റ്, ജമ്പ്, ഇതെല്ലാം പ്ലൂറൽ ഫോമാണ്. അതിനകത്തെല്ലാം എന്താണ് വരിക? ഡു ആണ്. എസ് ചേർന്ന് വരുമ്പോൾ ഡസ്. ഇത് രണ്ടും എന്താണ്? പ്രസൻ്റ് ആണ്. പ്രസൻറ്റ് പ്ലൂറലാണ്. പ്രസൻറ്റ് പ്ലൂറലാണ്. അടുത്തത് ഇത് പാസ്റ്റ് ആണ്. എല്ലാ വെർബും ഇ ഡി ചേർന്ന് വരണമെന്നില്ല പാസ്റ്റ് ടെൻസിന്. ഇപ്പോൾ റണ്ണിൻ്റെ പാസ്റ്റ് എന്താണ്? റാൻ ആണ്, V2 ഫോം. പിന്നെ അതുപോലെ തിങ്ക്, തോട്ടാണ്. അപ്പോൾ അതുപോലെ വരും, കൂടുതൽ വെർബും ഇ ഡി ചേർന്ന് വരും. അപ്പോൾ രണ്ടായാലും പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ അതിന് ഓക്സിലറി വെർബ് എന്താണ്? ഡിഡ് ആണ്. ഡിഡ് പ്ലസ് വർക്കാണ്. അപ്പോൾ ഇതും ഇത്രയും കാര്യം, ഈ 3 പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ഒരു എക്സസൈസ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. യു സ്പീക്ക് ഹിന്ദി. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പേഴ്സണൽ പ്രോനൗൺ നമുക്ക് കിട്ടി, യു അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇതിനകത്ത് ഓക്സിലറി വെർബ് കാണുന്നില്ല, പകരം എന്താ ഉള്ളത്? വെർബാണുള്ളത്. അപ്പോൾ സ്പീക്കാണ്, എസ് ചേർന്ന് വന്നിട്ടില്ല, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചേർക്കേണ്ടത്? ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? ഡു ആണ്. ഇത് സ്പീക്സ് എന്നായിരുന്നുവെങ്കിൽ, SPEAKS, സ്പീക്സ് എന്നായിരുന്നുവെങ്കിൽ ഡസ് വരും. ഇത് സ്പീക്ക് ആയതുകൊണ്ട് ഡു ആണ്. അപ്പോൾ നമ്മൾ എന്താ ടാഗ് എന്താണ് കിട്ടുന്നത്? ഡോണ്ട് യു. മനസ്സിലായോ? നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വരാൻ. അതുപോലെ നമുക്ക് വേറൊരു ഐറ്റം അറിഞ്ഞിരിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഫോർമേഷൻ, എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം.
അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് തന്നെയാണല്ലോ. നമ്മൾ ഇതുവരെ ടാഗിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, പ്രസ്താവനകളാണ്. ഇനിയും അതുപോലെ തന്നെ അതൊരു സെൻറ്റൻസാണ്. അതുപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് ടൈപ്പാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ 2 തരത്തിലുണ്ട്. WH ക്വസ്റ്റ്യനും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. എന്താണ് ഈ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് മിക്ക ക്വസ്റ്റ്യൻ വേർഡ്സും എന്താണ് WH എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? എക്സാമ്പിൾ ചിലതൊക്കെ തുടങ്ങുന്നത് തന്നെ WHലാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിനാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. എക്സാമ്പിൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? വെയർ അല്ലേ, എവിടെ, വെൻ, എപ്പോൾ, പിന്നെ ഹൂ, ആര്, വിച്ച് ഏത്, ഹൗ എങ്ങനെ, വൈ എന്തുകൊണ്ട്, ഹും ആരെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾക്കാണ് എന്ത് പറയുക? WH ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഈ ക്വസ്റ്റ്യൻ വേർഡും അതിൻ്റെ മീനിങ്ങും ഒന്ന് എഴുതിയെടുത്ത് പഠിക്കണം. അപ്പോൾ വെയർ എവിടെ, വെൻ എപ്പോൾ, ഹൂ ആര്, വിച്ച് ഏത്, ഹൗ എങ്ങനെ, വൈ എന്തുകൊണ്ട്, ഹും ആരെ. പിന്നെ എത്ര എന്നൊക്കെയുള്ള തന്നെ ഹൗ മെനി, ഹൗ മച്ച്, അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ്സ് പലതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. അങ്ങനെ ഇനിയോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിനിപ്പോൾ വേർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളതിനൊരു ആൻസർ നമ്മൾ പറയണം അല്ലേ? ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ആൻസർ ഉണ്ട്. പക്ഷേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്താണ് പ്രത്യേകത? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ യെസ് അഥവാ നോ എന്ന് ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസിനാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എഴുതുന്ന ഫോമാറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ലൈഫിലല്ലേ നമ്മളുടെ പഠന സമയത്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് നമുക്കിനിയും ഉള്ളത്. അപ്പോൾ 9ാം ക്ലാസ്സിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പാരഗ്രാഫ് വന്നിട്ട് നിങ്ങളതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഇപ്പോൾ നമുക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ട്, ഗ്രാമർ പോർഷനിലെ കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഇപ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഫോമാറ്റ് എന്നുള്ളതാണ് നോക്കുക. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്നാണ്. ക്വസ്റ്റ്യൻ വേർഡ്, ഒന്നാമതായിട്ട് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. am, is, are, was, were, do, does, did, have, had, has, will, would, may, might, അതെല്ലാമാണ് എന്താണ് ക്യാൻ, കുഡ്, ഇതെല്ലാമാണ് ഓക്സിലറി വെർബ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മളൊരു ചോദ്യം ഫ്രെയിം ചെയ്യുമ്പോൾ എൻഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് നിർബന്ധമാണ്. അത് പങ്ക്ച്വേഷന് മാർക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് എന്ത് WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്. ഇതൊന്ന് ബോക്സ് വരച്ച് നോട്ട്ബുക്കിലിട്ടേക്കുക. WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വന്നു എന്നുള്ളത്. ഓക്കെ,
നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. വെയർ ഡിഡ് യു കീപ് ദ പെൻ? നോക്കിക്കേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എൻഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നിസ്സംശയം പറയാം നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ അറിയുക? നോക്കിക്കേ, ഇത് തുടങ്ങിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യൻ വേർഡിലാണ്. വെയർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? WH ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് മനസ്സിലായി അല്ലേ? ഇനി നോക്കുക, ഈ പറഞ്ഞ ഈ ഒരു ഫോമാറ്റ് പറഞ്ഞല്ലോ, ഈ ഫോമാറ്റ് ഇത് കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കിക്കേ. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു WH ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ക്വസ്റ്റ്യൻ വേർഡ് വേണം. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? നമുക്ക് ഉണ്ട് അല്ലേ? ഇതാണെന്ത്? ക്വസ്റ്റ്യൻ വേർഡ് വെയർ. അടുത്തത് പറഞ്ഞിരിക്കുന്നു ഓക്സിലറി വേണം. ഓക്സിലറി ഉണ്ടോ? ഓക്സിലറി ഏതാണ് നമ്മുടെ ഓക്സിലറി? ഡിഡ് അല്ലേ? ഡിഡാണ് ഓക്സിലറി. അപ്പോൾ ഓക്സിലറിയും നമുക്കുണ്ട്. അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? സബ്ജക്റ്റ്. ഇതിനകത്തിലെ സബ്ജക്റ്റ് ഏതാ? യു അല്ലേ? യു ആണെന്ത്? സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റുമായി. അടുത്തതോ? പിന്നെ പറഞ്ഞിരിക്കുന്നു വെർബ് വേണം. ആക്ഷൻ വേർഡ്. വെർബ് ഏതാണ്? കീപ്പ്. അപ്പോൾ നമുക്ക് എന്തായി? വെർബുമായി. പിന്നെ എന്താ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാണ്? ദ പെൻ ആണെന്ത്? ഒബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു WH ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. വെയർ ഡിഡ് യു കീപ് ദ പെൻ? വെയർ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇതാണ് ഒരു WH ക്വസ്റ്റ്യൻ. ഇനിയും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കണ്ടേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് എന്താ? ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് verb plus object question mark. അപ്പോൾ ഇതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ്. അതിനൊരു എക്സാമ്പിൾ ഇതുപോലെ നമുക്ക് എഴുതാം. എന്താണൊരു എക്സാമ്പിൾ? ഓക്കെ, ഡിഡ് ദേ ഗോ ടു the hospital? ഒരു സെൻറ്റൻസ്. ഈ പറഞ്ഞ എന്താണ് കമ്പോണൻസ് ഒക്കെ ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ബിഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു? ഓക്സിലറി വെർബിലാണ്. ഇവിടെ നമ്മൾ തുടങ്ങിയത് ക്വസ്റ്റ്യൻ വേർഡിലാണെങ്കിൽ ഇവിടെ തുടങ്ങുന്നത് ഓക്സിലറി വെർബിലാണ്. നോക്കിക്കേ, ഇതിനകത്ത് ഓക്സിലറി വെർബാണോ തുടങ്ങിയേക്കുന്നത്? യെസ്, ഡിഡ് എന്താണ്? ഓക്സിലറി ആണ്. ആണല്ലോ. ഓക്സിലറി കഴിഞ്ഞാൽ സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് ഏതാണ് ഇവിടെ? ദേ അല്ലേ? ദേ എന്താണ്? സബ്ജക്റ്റ് ആണ്. ആണല്ലോ. അടുത്തത് വെർബ് ഏതാണ് ഇതിനകത്ത്? ഗോ എന്ന് പറയുന്നത് വെർബാണ്. പിന്നെ വേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഏതാണ്? ദ ഹോസ്പിറ്റൽ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ കറക്റ്റ് ആണല്ലോ.
അപ്പോൾ എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് എന്താണ്? ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഒരു ഓക്സിലറി വെർബിലാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുക. ഡിഡ് ദേ ഗോ ടു ദ ഹോസ്പിറ്റൽ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? അവർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ ചെയ്യുക? ഒന്നുകിൽ പോയി അല്ലെങ്കിൽ പോയില്ല. യെസ് ഓർ നോ എന്നല്ലേ എൻ്റെ ആൻസർ. അപ്പോൾ അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ വീണ്ടും വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് കാണുക. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ കണ്ടീഷനാണ്. എന്താണ് ഇഫ്? എങ്കിൽ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടീഷനാണ്. എങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇഫ് ക്ലോസ് ടൈപ്പ്? അത് ഇഫ് ക്ലോസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പം പഠിക്കേണ്ട, ജസ്റ്റ് ഒന്നറിഞ്ഞിരിക്കുക. 3 ടൈപ്പുണ്ട്. അതായത് ഇതൊരു കണ്ടീഷനാണ്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഓ നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, എങ്കിൽ എന്നുള്ള ഒരു കണ്ടീഷനാണ്. അതാണ് ഇഫ് ക്ലോസ്. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രോബബിൾ കണ്ടീഷനാണ്. ടൈപ്പ് 1 ഇതിൻ്റെ ഒരു ഫോമാറ്റാണ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഇസ് ഈക്വൽ ടു സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ്, ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന വെർബ് V1 ആണെങ്കിൽ, V1 എന്ന് പറയുന്നത് ഏതാണ്? പ്രസൻറ്റ് ഫോമാണ്. വെർബ് പ്രസൻറ്റ് ഫോമിലാണെങ്കിൽ അതിൽ വരുന്ന സെൻറ്റൻസ്, അതിൻ്റെ ബാക്കി മെയിൻ ക്ലോസിൽ വരുന്ന വെർബിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചേർത്തിരിക്കണം? വിൽ ചേർത്തിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി വെൽ, ഒരു എക്സാമ്പിൾ, സ്റ്റഡി വെൽ യു വിൽ വിൻ ദ എക്സാം എന്ന് പറയുമ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണല്ലോ. ഇത് ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൽ ഈ സെൻറ്റൻസിന് നമുക്ക് 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന, ഇഫിൽ തുടങ്ങുന്ന ആ സെൻറ്റൻസിൻ്റെ പാർട്ടിനെ കണ്ടോ, ഈ ഒരു സെൻറ്റൻസിനെ കോമയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 2 പാർട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ഇഫിൽ തുടങ്ങുന്ന ഈ പാർട്ടിനെ നമുക്ക് എന്ത് പറയാം? ഇഫ് ക്ലോസ് എന്ന് പറയാം. ഇഫ് ക്ലോസ് എന്ന് പറയാം ഈ പാർട്ട്. ഈ പാർട്ടിനെയോ മെയിൻ ക്ലോസ് എന്ന് പറയാം. മെയിൻ ക്ലോസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചേർന്ന് വരുന്ന ഒരു ഹാഫ് സെൻറ്റൻസ് ആണ് എന്ത്? ഈ ക്ലോസ് എന്ന് പറയുന്നതിന്. അപ്പോൾ ഇത് മെയിൻ ക്ലോസ്, ഇത് ഇഫ് ക്ലോസ്. ഇഫ് ചേർന്ന് വരുന്ന പാർട്ടിനെ ഇഫ് ക്ലോസ് എന്നും അതിന് ശേഷം വരുന്ന പാർട്ടിനെ മെയിൻ ക്ലോസ് എന്നുമാണ് പറയുന്നത്. ഇഫ് ക്ലോസിൽ വെർബ്, ഇതിലെ വെർബ് ഏതാണ്? ഇത്. അത് V1 ആണെങ്കിൽ, എന്താണ് ഈ V1? വെർബിനെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ അബ്രിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് V എന്നാണ്. അപ്പോൾ വെർബിന് 3 ഫോം ഉണ്ടായിരിക്കും എല്ലാ വെർബിനും. സ്റ്റഡി എന്ന് പറയുന്ന വെർബ് എടുത്താൽ ഇത് V1 ആണ്. അതിൻ്റെ രണ്ടാമത്തെ ഫോം സ്റ്റഡീഡ് V2 ആണ്. ഇത് പാസ്റ്റ് ഫോം, അതിന് V2 എന്നാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റഡിയുടെ മൂന്നാമത്തെ ഫോമും സ്റ്റഡീഡ് തന്നെയാണ്, അതിനെ V3 എന്ന് പറയും. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസിൻ്റെ വെർബ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ വില്ല് ചേർക്കണം. വിൽ പ്ലസ് V1 ആണ് പിന്നെ വരേണ്ടത്. നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ വിൻ ദ എക്സാം. നോക്കി ഈ ഒരു റൂൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇഫ് ഉണ്ടല്ലോ, സബ്ജക്റ്റ്
യു. V1 സ്റ്റഡി. സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്ന മെയിൻ ക്ലോസിൽ എന്ത് വരണം? സബ്ജക്റ്റ് പ്ലസ് ഉണ്ടല്ലോ, സബ്ജക്റ്റ് വന്നു. വിൽ പ്ലസ് വില്ല് വന്നു. V1 വിൻ. വിൻ എന്താണ്? V1 ആണ്. അപ്പോൾ ഇതാണ് റൂള്.